അപ്പൊ മഹാനകൃഷ്ണക്കുള്ള ഒരു ആശംസ ഇപ്പൊ ലൈവായിട്ടും കൊടുത്തു. അപ്പം കൺഗ്രാജുലേഷൻസ്, ഗംഭീരായി. ഞാൻ ചെയ്തതേ ഉള്ളൂ. ഓക്കെ, വളരെ അടിപൊളിയായിരുന്നു മോളെ. അപ്പൊ എങ്ങനെയാണ് ഈ കലോത്സവ ഓർമ്മകളൊക്കെ? പഴയ കലാകാരനാണോ പഴയ? അല്ലല്ല, യുവജനോത്സവങ്ങളിലൊക്കെ ഈ പ്രസംഗ മത്സരങ്ങൾ, ഉപന്യാസ മത്സരം, അങ്ങനെയൊക്കെയുള്ള മത്സരങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. അല്ലാതെ നമ്മളൊരു സോ കോൾഡ് അല്ലാതുള്ള ഈ പാട്ട്, ഡാൻസ് അങ്ങനെയുള്ള ഐറ്റങ്ങൾ പ്രത്യേകിച്ച് നമുക്കൊരു വൈഭവം ഇല്ലാത്തതുകൊണ്ട് കയറാൻ പറ്റിയിട്ടില്ല. എന്തായാലും യുവജനോത്സവങ്ങളുടെ ഭാഗമായിരുന്നു. യുവജനോത്സവങ്ങളുടെ ഒരുപാട് കാലഘട്ടത്തിലെ യുവജനോത്സവങ്ങളുടെ ഭാഗമായിരുന്നു. അപ്പോൾ എന്നിട്ടിപ്പോൾ നമ്മൾ ഈ കാണിയായി വരുമ്പോൾ ഒരു പ്രത്യേകമായ ഒരു അസൂയയാണ് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. യഥാർത്ഥ ആക്ച്വൽ ഫീലിംഗ് അസൂയയാണ്. കാരണം നമുക്കിത് പറ്റുന്നില്ലല്ലോ ഇപ്പോഴെന്നുള്ള. എന്തായാലും ഈ അവർ പറയുന്നതിൻ്റെ പുതിയ പിള്ളേർ പൊളിയാണ്. ഒരു കാര്യം എനിക്ക് വലിയ സന്തോഷം തോന്നിയത്, അതായത് ഇത്തവണ ഈ കൊല്ലം എല്ലാ വർഷങ്ങളിലെയും സ്കൂൾ കലോത്സവങ്ങൾ ഗംഭീരമായിട്ടാണ് നടക്കുന്നത്. പക്ഷേ കൊല്ലം ഇതൊരു വലിയ ആഘോഷമായിട്ട് ഇത്തവണ ഈ കൊല്ലം കണ്ട ഒരാൾക്ക് ഇല്ലം വേണം എന്നില്ലാത്ത രീതിയിൽ ആഘോഷമായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. ഇത്തവണ മാറ്റുരച്ച ഒരുപാട് നാളുകളിൽ സിനിമാ മേഖലയിലായാലും സാംസ്കാരിക മേഖലയിലായാലും ഒക്കെ ഈ കേരളത്തിൻ്റെ മുഖങ്ങളായി നമുക്ക് ആരാധനയോടുകൂടി നോക്കി കാണുവാൻ കഴിയുന്ന ഒരുപാട് മുഖങ്ങളെ കാണാൻ കഴിച്ചു എന്നുള്ളൊരു സന്തോഷം. 62ാമത് കൊല്ലത്ത് നടന്ന കലോത്സവം പൊളിച്ചു. ഇതിനകത്ത് 1ാം സ്ഥാനം ഇതിൻ്റെ സംഘാടകർക്ക് കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സർക്കാർ മിഷനറി അടക്കം വളരെ ഗംഭീരമായി എല്ലാവരും ചേർന്ന്, നാട്ടുകാരും സർക്കാരും എല്ലാം കൂടെ ചേർന്ന് കൊല്ലത്തൊരു പൂരം തന്നെ സൃഷ്ടിച്ചു. ഗംഭീരമായിട്ടുണ്ട്. താങ്ക് യു.